ആലിയോലികൾ അഭിമാനപൂർവ്വം ഉയർത്തിപ്പിടിക്കാവുന്ന നിമിഷമാണ്. കഴിഞ്ഞ 10 വർഷക്കാലത്തെ ഒരു ദുരിഷ്ട ഭരണത്തിനാണ് അന്ത്യം കുറിച്ചിരിക്കുന്നത്. നമുക്കെല്ലാവർക്കും അറിയാം, ഈ 10 കൊല്ലക്കാലം ഈ സർക്കാരിനെതിരായിട്ടുള്ള പോരാട്ടത്തിന്റെ വീഥികളിൽ അണിനിരുന്നവർ അനുഭവിച്ച കഷ്ടപ്പാടുകൾ, വേദനകൾ. എത്രയോ യൂത്ത് കോൺഗ്രസിന്റെയും KSUവിന്റെയും UDFന്റെ മറ്റു യുവജന സംഘടനകളെയും പ്രവർത്തകരെല്ലാം ഭീകരമായിട്ടുള്ള അക്രമത്തെയും കള്ളക്കേസുകളെയും നേരിട്ട ഒരു കാലഘട്ടമായിരുന്നു. കേരളത്തിലെ ജനങ്ങൾ അതിനെല്ലാം വളരെ മധുരമായിട്ടുള്ള ഭാഷയിൽ പ്രതികാരം ചെയ്തിരിക്കുകയാണ്. ആ ജനങ്ങളോടാണ് ഏറ്റവും വലിയ നന്ദി. ഈ തെരഞ്ഞെടുപ്പ് ഒരുപാട് വിഷയങ്ങൾ ചർച്ച ചെയ്ത തെരഞ്ഞെടുപ്പാണ്. തുടക്കം മുതൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഞങ്ങളെല്ലാവരും പറയുന്നു, ഇതൊരു തരംഗമായിരിക്കും. എക്സിറ്റ് പോൾ ഫലങ്ങൾ ഒടുവിൽ വന്നപ്പോഴും ഞങ്ങൾ പറഞ്ഞു, എക്സിറ്റ് പോൾ ഫലങ്ങളെയെല്ലാം അപ്രസക്തമാക്കുന്ന റിസൾട്ടായിരിക്കും ഉണ്ടാകാൻ വേണ്ടി പോകും. ആദ്യം മുതലേ തന്നെ 100-ലധികം സീറ്റുകളുമായി UDF അധികാരത്തിൽ വരുമെന്ന് ഓരോ പ്രസംഗത്തിലും ഓരോ പത്രസമ്മേളനങ്ങളിലും ആവർത്തിക്കപ്പെട്ടു. എന്തുകൊണ്ടാണ് എന്ന് പലരും എന്നോട് ചോദിക്കാറുണ്ട്, ഞങ്ങളോടെല്ലാം ചോദിക്കാറുണ്ട് ഇത്രയും ആത്മവിശ്വാസം. കാരണം ഈ തെരഞ്ഞെടുപ്പുമായി മുന്നോട്ട് പോയപ്പോൾ ജനം നൽകിയ ആത്മവിശ്വാസം അത്ര ശക്തമായിട്ടുള്ള ആത്മവിശ്വാസമായിരുന്നതിൽ സംശയമില്ല. കഴിഞ്ഞ പഞ്ചായത്ത് മുനിസിപ്പൽ തെരഞ്ഞെടുപ്പുകളിൽ ഉണ്ടായ വിജയം കഴിഞ്ഞപ്പോൾ കേരളത്തിലെ ജനങ്ങളെ സ്വാധീനിക്കാനുള്ള ഒരുപാട് പരിശ്രമങ്ങൾ പിണറായി വിജയൻ സർക്കാർ നടത്തുകയുണ്ടായി. കമ്മ്യൂണിസ്റ്റ് സർക്കാർ ഒരു കാലത്തും ചെയ്യാത്ത രീതിയിലുള്ള പ്രവർത്തനങ്ങൾ നിങ്ങൾക്കറിയാം. സർക്കാർ ഖജനാവിൽ നിന്നും എടുത്ത് ആർഭാടപൂർവമായിട്ടുള്ള കൊഴുപ്പിലൂടെയുള്ള പ്രചരണം നടത്തി പറ്റാവുന്ന എല്ലാ മാർഗങ്ങളും ഉപയോഗിച്ചുകൊണ്ട് ജനങ്ങളുടെ മനസ്സിലുള്ള വികാരത്തെ മാറ്റിയെടുക്കാൻ അവർ പരിശ്രമിച്ചു.